Panic disorders. It is characterized by intermittent anxiety and it is not related to a particular circumstances. അതായത് പ്രത്യേക ഒരു സാഹചര്യം ഒന്നും വേണമെന്നില്ല ഇത് വരാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഏറ്റവും സെൻട്രൽ ഫീച്ചർ എന്ന് പറയുന്നത് പാനിക് അറ്റാക്സ് ആണ്. Sudden attacks of anxiety in which physical symptoms predominate and are accompanied by fear of a series of consequences such as heart attack. Panic disorders in the classification ആണ് panic disorders, generalized anxiety disorders, mixed anxiety and depressive disorder, other specified anxiety disorder. അടുത്തതാണ് എത്തിയോളജി ഓഫ് പാനിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡേഴ്സ്. അതായത് രണ്ടിനും സെയിം ആണ്. ഫസ്റ്റത്തത് ജനറ്റിക് തിയറി ആണ്. ഇത് പ്രകാരം പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് ഈ ഒരു ആൻസൈറ്റി ഡിസോർഡർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആണെങ്കിൽ 15-20%, ഇപ്പോൾ മോണോസൈഗോട്ടിക് ട്വിൻസ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ട്വിൻസ് ഒക്കെ ആണെങ്കിൽ 80% ചാൻസസ് ഉണ്ട്. അടുത്തത് ബയോകെമിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഇത് പ്രകാരം ഗാബ ലെവലിന്റെ ആൾട്രേഷൻ ആൻസൈറ്റി ഉണ്ടാക്കും. പിന്നെ സൈക്കോഡൈനാമിക് തിയറി ആണ്. ഇത് പ്രകാരം നോർമലി ആൻസൈറ്റി വരുന്ന ടൈമിൽ ഒപ്രഷനാണ് അതിനെ ഡീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഒപ്രഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ, ഡീൽ ചെയ്യുന്നതിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ സെക്കൻഡറി ഡിഫൻസ് മെക്കാനിസം ഓഫ് ഈഗോ അവിടെ ആക്ട് ചെയ്യും. പക്ഷേ ഇത്തരം കേസസിൽ, നമ്മുടെ ഈ ആൻസൈറ്റി ഡിസോർഡേഴ്സിന്റെ കേസിൽ ആൻസൈറ്റി വരുന്ന ടൈമിൽ ഈ ഒപ്രഷൻ ഇനാഡിക്വേറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുകയും പിന്നെ ഈ സെക്കൻഡറി ഡിഫൻസ് മെക്കാനിസം ഓഫ് ഈഗോ ആക്ഷനിൽ വരാതിരിക്കുകയും ചെയ്യും. ഈ ടൈമിൽ ആൻസൈറ്റിയുടെ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും വെളിയിൽ. അടുത്തത് ബിഹേവിയറൽ തിയറിയാണ്. ഇത് പ്രകാരം ഒരു പെയിൻഫുൾ സ്റ്റിമുലസിനോടുള്ള പേഷ്യന്റിന്റെ അൺകണ്ടീഷണൽ ഇൻഹറന്റ് റെസ്പോൺസ് ആണ് ആൻസൈറ്റി. അടുത്തത് കൊഗ്നിറ്റീവ് തിയറിയാണ്. ഇത് പ്രകാരം നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സും പിന്നെ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷനുമാണ് ആൻസൈറ്റിക്ക് കാരണം. അടുത്തത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്: ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, റാപ്പിഡ് ഓർ പൗണ്ടിങ് ഹാർട്ട് ബീറ്റ്, ചോക്കിംഗ്, ചെസ്റ്റ് ഡിസ്കംഫർട്ട്, പെയിൻ, palpitation, sweating, dizziness, unsteady feeling or fainting, nausea or abdominal discomfort, depersonalization or derealization, numbness or tingling sensation, flushes or chills, trembling or shaking, fear of dying or having a heart attack. അതായത് മരിച്ചു പോകുമോ, ഹാർട്ട് അറ്റാക്ക് വരുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാകും. ഫിയർ ഓഫ് ബീയിങ് ഔട്ട് ഓഫ് കൺട്രോൾ, എഗോറോഫോബിയ, ഡിപ്രഷൻ. എഗോറോഫോബിയ എന്താണെന്ന് ഫോബിയയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നോക്കുക. ഇനി ഡയഗ്നോസിസ്: ഏതെങ്കിലും ഇൻഡിവിജ്വൽ പാനിക് ഡിസോർഡേഴ്സിന്റെ സിംറ്റംസ് ആയിട്ട് എത്തുകയാണെങ്കിൽ ഇത്തരം സിംറ്റംസിന് വല്ല ഓർഗാനിക് അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ബേസിസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യണം. കാരണം ചില ഫിസിക്കൽ കണ്ടീഷൻസിലും ഡ്രഗിന്റെ എഫക്ട്സിലും പാനിക് ഡിസോർഡേഴ്സിന്റെ സിംറ്റംസിനെ മിമിക് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈപ്പോഗ്ലൈസിമി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് ലെവൽ മോണിറ്റർ ചെയ്യണം, മെഷർ ചെയ്യണം. പിന്നെ ഹൈപ്പർ തൈറോയിഡ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നടത്തണം. പിന്നെ യൂറിൻ ആൻഡ് സെറം ടോക്സിക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യണം. കാരണം സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ പ്രസൻസ് ലൈക്ക് ബാർബിറ്റുറേറ്റ്സ്, കഫീൻ, ആംഫെറ്റാമിൻ ഒക്കെ ഇത്തരം സിംറ്റംസ് മിമിക് ചെയ്യുന്നുണ്ട്. പിന്നെ ബേസ്ഡ് ഓൺ ICD-10 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഈ ഡയഗ്നോസിസ്, പാനിക് ഡിസോർഡേഴ്സിന്റെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത്. ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് അതിൽ വരുന്നതാണ് ഫാർമക്കോ തെറാപ്പി. അതിലുള്ളതാണ് ബെൻസോഡയസിപ്പൈൻസ്, എക്സാംപ്ലർ ക്ലോണാസിപ്പാം, ആന്റി ഡിപ്രസൻസ്, പിന്നെ ബീറ്റ ബ്ലോക്കേഴ്സ്. ഇതിൽ വരുന്നതാണ് പ്രൊപ്പനലോൾ. ഇത് പാൽപിറ്റേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബിഹേവിയറൽ തെറാപ്പിയിൽ വരുന്നതാണ് റിലാക്സേഷൻ ടെക്നിക്, ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, പ്രോഗ്രസീവ് റിലാക്സേഷൻ. പ്രോഗ്രസീവ് റിലാക്സേഷനിൽ നമ്മുടെ സ്കൾട്ടൽ മസിലിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ടൈറ്റനിങ് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്ന. പിന്നെ പോസിറ്റീവ് വെർബലൈസേഷൻ, പിന്നെ ലിസണിങ് ടു കാം മ്യൂസിക്. കോഗ്നിറ്റീവ് തെറാപ്പി ഇതിൽ പേഷ്യൻറ്റിൻ്റെ നെഗറ്റീവ് തോട്ട്സിനെ റിയലിസ്റ്റിക് തോട്ട്സുമായിട്ട് റീപ്ലേസ് ചെയ്യാനും ഇത്തരം അറ്റാക്സിനെ പോസിറ്റീവ് വേയിൽ കാണാനും പഠിപ്പിക്കുക. അടുത്തത് പേഷ്യൻറ്റിന് ഇത്തരം പാനിക് അറ്റാക്സ് ഉണ്ടാക്കാനുള്ള ട്രിഗേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. പിന്നെ പേഷ്യൻറ്റിന് പാനിക് ആൻസൈറ്റി ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടാകുന്ന തോട്ട്സ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ റീസ്ട്രക്ചർ ചെയ്യാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഇനി അടുത്തത് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ ആണ്. ഇതിൽ ആൻസൈറ്റി ഈസ് അൺവേരിങ് ആൻഡ് പെർസിസ്റ്റൻറ്റും അൺവേരിങ്ങും ആയിട്ടുള്ള ആൻസൈറ്റി കാണപ്പെടുന്ന സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നതാണ് സൈൻസ് ഓഫ് മോട്ടോ ടെൻഷൻ, ഓട്ടോണോമിക് ഹൈപ്പർ ആക്ടിവിറ്റി, അപ്രഹെൻഷൻ ആൻഡ് വിജിലൻസ്. ഇതൊരു 6 മാസക്കാലോളം നീണ്ടു നിൽക്കണം. സൈക്കോളജിക്കൽ ഫീച്ചേഴ്സിൽ വരുന്നത് ഫിയർഫുൾ ആൻറ്റിസിപ്പേഷൻ, ഇറിറ്റബിലിറ്റി, സെൻസിറ്റിവിറ്റി ടു നോയ്സ്, റെസ്റ്റ്ലെസ്നെസ്, പുവർ കോൺസെൻട്രേഷൻ, വറിയിങ് തോട്ട്സ്, അപ്രഹെൻഷൻ. Physical signs and symptoms: GI dry mouth, difficulty in swallowing, epigastric disc. Respiratory constriction in the chest, difficulty in inhaling. Cardiovascular palpitation, discomfort in the chest. GU frequency or urgent menstruation, failure of erection, menstrual discomfort, amenorrhea. Neuromuscular system tremors, prickling sensation, tinnitus, dizziness, headache, aching muscles. Sleep disturbance, insomnia, night terror. Other symptoms are depression, obsession, depersonalization, derealization.
ഡയഗ്നോസിസ് ആൻസൈറ്റി ഒരുപാട് മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ സെൻട്രൽ ഫീച്ചറാണ്. പിന്നെ സൈക്കാട്രിക് ഇവാലുവേഷൻ ടു ഹോൾ ഔട്ട് ഫോബിയാസ്, OCD, ഡിപ്രഷൻ, അക്യൂട്ട് ഷിസോഫ്രീനിയ ഇതൊക്കെ ഹോൾ ഔട്ട് ചെയ്യാനുള്ള സൈക്കാട്രിക് ഇവാലുവേഷനുള്ള ഒരു ടൂളും കൂടിയാണ് ഈ ഒരു ആൻസൈറ്റി. പിന്നെ ബേസ്ഡ് ഓൺ ICD-10 ക്രൈറ്റീരിയ ഡയഗ്നോസിസ് കൺഫേം ചെയ്യും. ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഫാർമക്കോതെറാപ്പി, ആൻറ്റി ആൻസൈറ്റി ഏജൻസ്, ബെൻസോഡയസിപ്പൻസ്, ക്ലോണാസിപ്പം എക്സാമ്പിളാണ്. പിന്നെ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ്, ബസ്പിരോൺ അല്ലെങ്കിൽ ഇമിപ്രാമിൻ, SSRIs, ബീറ്റ ബ്ലോക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബിഹേവിയറൽ തെറാപ്പിയിൽ ബയോ ഫീഡ്ബാക്ക് ടു ഡിക്രീസ് ഫിസിക്കൽ സിംറ്റംസ് ഓഫ് ആൻസൈറ്റി ബൈ ടീച്ചിങ് പേഷ്യൻറ്റ് ഹൗ ടു ബിക്കം അവെയർ ഓഫ് ദം ആൻഡ് ദെൻ കോൺഷ്യസ്ലി കൺട്രോൾ വേരിയസ് ബോഡി ഫംഗ്ഷൻ. എങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ അവെയർ ആവാമെന്ന് പഠിപ്പിക്കുക, അതിനെ കൺട്രോൾ ചെയ്യാൻ ബോഡി ഫംഗ്ഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നൊക്കെ പഠിപ്പിക്കുക. പിന്നെ റിലാക്സേഷൻ ടെക്നിക്സ് ലൈക്ക് പ്രാണായാമ, യോഗ, സെൽഫ് ഹിപ്നോസിസ്, മെഡിറ്റേഷൻ ഒക്കെ. പിന്നെ സപ്പോർട്ടീവ് സൈക്കോ തെറാപ്പി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ പോയി നോക്കുക. കൊഗ്നിറ്റീവ് തെറാപ്പിയിൽ പേഷ്യൻ്റെ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻ്റെ തോട്ട് റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കുക. പിന്നെ പേഷ്യൻ്റെ വോയിസ്, അലട്ടുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, അത് എന്തുകൊണ്ടാണ് പേഷ്യൻ്റ് അലട്ടുന്നതെന്നൊക്കെ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക. പിന്നെ പേഷ്യൻറ്റിന് ഇത്തരം ഈ അവോയ്ഡൻസ് ഒക്കെ ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് ടെക്നിക്കാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇനി നഴ്സിംഗ് മാനേജ്മെൻ്റ് ആണ്. നഴ്സിംഗ് ഡയഗ്നോസിസ് 1. Panic anxiety related to real or perceived threat to biological integrity or self-concept evidenced by various physical and psychological manifestations. Any interventions ആണ്. Stay with the patient, maintain calmness, use simple words and brief messages. ഈ സ്റ്റിമുലസ് കുറഞ്ഞിട്ടുള്ള എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ട്രാങ്കുലൈസിങ് മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുക. ലെവൽ ഓഫ് ആൻസൈറ്റി കുറഞ്ഞു കഴിഞ്ഞിട്ടാകുമ്പോൾ എന്തൊക്കെ കാരണങ്ങളാണെന്ന് ആ ആൻസൈറ്റി ഉണ്ടാക്കുകയെന്ന് എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ ഡീപ് ബ്രീത്തിങ് എക്സസൈസ്, റിലാക്സേഷൻ ടെക്നിക്സ്, ഫിസിക്കൽ എക്സസൈസ്, മെഡിറ്റേഷൻ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക ഈ ആൻസൈറ്റീനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നഴ്സിംഗ് ഡയഗ്നോസിസ് 2. Powerlessness related to impaired cognition evidenced by verbal expression of lack of control over life situations and non-participations in decision making related to own care or significant life issues. Interventions ആണ്. സെൽഫ് കെയർ ആക്ടിവിറ്റീസിൽ പേഷ്യൻറ്റിനെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അതായത് പേഷ്യൻറ്റിന് പറ്റാവുന്നത്ര ഡിസിഷൻസ് പേഷ്യൻറ്റിനെ എടുക്കാൻ അനുവദിക്കുക. പിന്നെ ഇത്തരം എടുക്കുന്ന ഡിസിഷന് പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നൽകുക. റിയലിസ്റ്റിക് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ അസിസ്റ്റ് ചെയ്യുക. പേഷ്യൻ്റെ കൺട്രോളിലുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക. പേഷ്യൻ്റെ കൺട്രോളിൽ ഇല്ലാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ പേഷ്യൻ്റെ ഫീലിങ്സ്, ഇനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യിക്കുക. സോ ഇത്രയൊക്കെയാണ്. ബാക്കി അടുത്ത വീഡിയോയിൽ ടാറ്റ, ബൈ ബൈ.